2026 വിഷുവിനോടനുബന്ധിച്ച ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകും? ധനം, തൊഴിൽ, വിവാഹം, ആരോഗ്യം, ഭാഗ്യം എല്ലാം പരിഗണിച്ചുള്ള 27 നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് കമന്റിൽ എഴുതാൻ മറക്കരുത്. ആദ്യമായി അശ്വതി നക്ഷത്ര ഫലങ്ങൾ നോക്കാം. അശ്വതി നക്ഷത്രം. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായ വർഷം. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത. പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾ ധീരെ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച നേട്ടങ്ങൾ ലഭിക്കും. വിദേശ യാത്രയ്ക്ക് സാധ്യത ഉയരും. ചില പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാം. പുതിയ ബിസിനസ് ആശയങ്ങൾ മനസ്സിൽ ഉദിക്കും. ആരോഗ്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടിവരും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. ചില തീരുമാനങ്ങൾ വൈകാതെ എടുക്കേണ്ടിവരും. ദൈവവിശ്വാസം വർദ്ധിക്കും. സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. ചില സമയങ്ങളിൽ ക്ഷമ പാലിക്കുന്നത് ആവശ്യമാണ്. ഭൂമി അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ടു പോകാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തികമായി ചെറിയ ലാഭങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. ചില പുതിയ പരിചയങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യമാകും. ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്ന സമയം. പഠനത്തിൽ പുരോഗതി കാണാം. ചില ആഗ്രഹങ്ങൾ സഫലമാകും. യാത്രകൾ ഭാഗ്യകരമാകും. ജോലിയിൽ ഉത്തരവാദിത്വം കൂടും. മാനസിക സമാധാനം കണ്ടെത്താൻ സമയം കണ്ടെത്തണം. പുതിയ കഴിവുകൾ പഠിക്കാൻ അവസരം ലഭിക്കും. നല്ല ഉപദേശങ്ങൾ ലഭിക്കുന്ന കാലഘട്ടം. ചില പദ്ധതികൾ വൈകി വിജയിക്കും. കുടുംബ പിന്തുണ ശക്തമാകും. വർഷത്തിന്റെ അവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന വർഷം. തൊഴിൽ രംഗത്ത് പരിശ്രമത്തിന് ഫലം ലഭിക്കും. ധനകാര്യ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. കുടുംബത്തിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ വരാം. വിദ്യാഭ്യാസ രംഗത്ത് സ്ഥിരത ആവശ്യമാണ്. ചില യാത്രകൾ അനിവാര്യമാകും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സമയം അനുയോജ്യം. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ അംഗീകാരം ലഭിക്കും. കുടുംബത്തിലെ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടിവരും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും. ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാം. പുതിയ അവസരങ്ങൾ സ്വീകരിക്കേണ്ടിവരും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ദൈവാനുഗ്രഹം അനുഭവപ്പെടുന്ന സമയം. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം. ചില യാത്രകൾ പ്രയോജനകരമാകും. പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. മാനസിക സമാധാനം കണ്ടെത്താൻ സമയം കണ്ടെത്തണം. ചില കാര്യങ്ങൾ വൈകിയെങ്കിലും നേട്ടം നൽകും. നല്ല ആളുകളുടെ സഹായം ലഭിക്കും. ജീവിതത്തിൽ സ്ഥിരത വർദ്ധിക്കും. കുടുംബ സന്തോഷം ഉയരും. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്ന വർഷം. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ അനുഭവപ്പെടാം. സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ സാധ്യതകൾ ഉണ്ടാകും. ചില പഴയ ആഗ്രഹങ്ങൾ സഫലമാകും. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും. പഠനത്തിൽ പുരോഗതി കാണാം. ചില യാത്രകൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. പുതിയ ആളുകളെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ദൈവവിശ്വാസം വർദ്ധിക്കും. ചില പദ്ധതികൾ വിജയകരമാകും. തൊഴിൽ മേഖലയിൽ അംഗീകാരം ലഭിക്കും. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. പുതിയ കഴിവുകൾ പഠിക്കാൻ അവസരം ലഭിക്കും. സാമ്പത്തികമായി സ്ഥിരത നേടാം. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില യാത്രകൾ സന്തോഷകരമാകും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ചില തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കണം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ജോലിയിൽ പുരോഗതി കാണാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. മനസ്സിൽ സമാധാനം ഉണ്ടാകും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില കാര്യങ്ങൾ വൈകിയെങ്കിലും വിജയിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം വ്യക്തിപരമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ കാലഘട്ടം. കുടുംബത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കും. സാമ്പത്തികമായി മുൻപേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാകും. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ സാധ്യത കാണാം. ചില പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ ജീവിതത്തിൽ വരാം. കലാരംഗത്ത് താൽപര്യം വർദ്ധിക്കും. ഭൂമി അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി മാറാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാം. ചില ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാകും. മാനസികമായി കൂടുതൽ ശക്തരാകുന്ന സമയം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. ദൈവാരാധനയിൽ കൂടുതൽ താൽപര്യമുണ്ടാകും. ചില പഴയ പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കാം. ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ പ്രചോദനം ലഭിക്കും. കുടുംബത്തിൽ ആഘോഷങ്ങൾ നടക്കാൻ സാധ്യത. പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും. ചില ആഗ്രഹങ്ങൾ അനായാസമായി സഫലമാകും. ആരോഗ്യപരമായി നല്ല പുരോഗതി കാണാം. ചില ബന്ധങ്ങൾ വീണ്ടും പുതുക്കപ്പെടും. ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ധനകാര്യ കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. തൊഴിൽ മേഖലയിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ചില യാത്രകൾ മനസ്സിന് ആശ്വാസം നൽകും.
ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കും. പഠനത്തിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാം. ചില അവസരങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. കുടുംബ പിന്തുണ കൂടുതൽ ശക്തമാകും. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയരും. വർഷത്തിന്റെ അവസാനം സന്തോഷകരമായ പുരോഗതി കാണാം. മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമുണ്ടാകും. പുതിയ ജോലികൾ ഏറ്റെടുക്കാനുള്ള അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ചില ഉയർച്ചതാഴ്ചകൾ ഉണ്ടാകാം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും. ചില പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിൽ വരാം. പഴയ പരിചയങ്ങൾ വീണ്ടും പ്രാധാന്യമാകും. ചില യാത്രകൾ തൊഴിൽബന്ധമായി നടക്കാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടിവരും. ആത്മീയതയിലേക്കുള്ള താൽപര്യം വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ചില പുതിയ പദ്ധതികൾ നടപ്പാക്കാം. ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ചില അവസരങ്ങൾ പെട്ടെന്ന് ലഭിക്കാം. ജോലി മേഖലയിൽ അംഗീകാരം നേടാം. ധനകാര്യ കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. ചില ആളുകളുടെ സഹായം ലഭിക്കും. പുതിയ അറിവുകൾ പഠിക്കാൻ അവസരമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. ചില തീരുമാനങ്ങൾ ഭാവിയെ സ്വാധീനിക്കും. സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാം. മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉദിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. ജോലിയിൽ സ്ഥിരത നേടാൻ ശ്രമിക്കണം. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കും. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയരും. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ സാധ്യതകൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നേടാം. ചില പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യമാകും. പഠനത്തിൽ കൂടുതൽ പുരോഗതി നേടാം. ചില യാത്രകൾ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നൽകും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സമയം അനുയോജ്യം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില അവസരങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചില ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. ചില യാത്രകൾ മനസ്സിന് സന്തോഷം നൽകും. പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും. ചില കാര്യങ്ങളിൽ ധൈര്യത്തോടെ തീരുമാനമെടുക്കണം. ജോലിയിൽ പുരോഗതി കാണാം. ചില ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളുണ്ടാകും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബ പിന്തുണ ലഭിക്കും. സാമ്പത്തികമായി മുന്നേറ്റമുണ്ടാകും. ചില നല്ല വാർത്തകൾ ലഭിക്കും. വർഷത്തിന്റെ അവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാം. പുണർതം നക്ഷത്രം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലുണ്ടാകാം. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത. ചില പഴയ പദ്ധതികൾ വീണ്ടും സജീവമാകാം. കുടുംബത്തിൽ സമാധാനകരമായ അന്തരീക്ഷമുണ്ടാകും. സാമ്പത്തികമായി സ്ഥിരത നേടാൻ ശ്രമിക്കേണ്ട സമയം. പുതിയ അറിവുകൾ നേടാൻ താൽപര്യം വർദ്ധിക്കും. ചില യാത്രകൾ ജീവിതത്തിൽ സന്തോഷം നൽകും. സുഹൃത്തുക്കളുമായി ബന്ധം കൂടുതൽ ശക്തമാകും. ചില കാര്യങ്ങളിൽ ക്ഷമ പാലിക്കേണ്ട സാഹചര്യമുണ്ടാകും. ദൈവവിശ്വാസം കൂടുതൽ വർദ്ധിക്കും. ചില തീരുമാനങ്ങൾ ഭാവിയിൽ നല്ല ഫലം നൽകും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. ചില അവസരങ്ങൾ പെട്ടെന്ന് ലഭിക്കാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. പഠനത്തിൽ പുരോഗതി നേടാൻ അവസരം ലഭിക്കും. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. ചില യാത്രകൾ പ്രയോജനകരമാകും. ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാകും. ചില ആശയങ്ങൾ വിജയകരമായി നടപ്പാക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും. ചില ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യത. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും. ചില കാര്യങ്ങളിൽ ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചില പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കാം. വർഷത്തിന്റെ അവസാനം സന്തോഷകരമായ പുരോഗതി ഉണ്ടാകും. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർ ഈ വർഷം ജീവിതത്തിൽ സ്ഥിരയും സമാധാനവും വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ പരിശ്രമത്തിന് നല്ല ഫലം ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ മുന്നിലേക്ക് വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. ചില യാത്രകൾ ആത്മസന്തോഷം നൽകും. പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പഠനത്തിൽ പുരോഗതി നേടാം. ചില പദ്ധതികൾ വിജയകരമാകും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളുണ്ടാകും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ തൊഴിൽബന്ധമായി നടക്കാം. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ദൈവാനുഗ്രഹം അനുഭവപ്പെടുന്ന സമയം. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബ പിന്തുണ കൂടുതൽ ശക്തമാകും.
ചില അവസരങ്ങൾ പെട്ടെന്ന് ലഭിക്കും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും. സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാം. ചില ആഗ്രഹങ്ങൾ നിറവേറും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കാം. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാം. തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ അനുഭവപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. കുടുംബത്തിൽ ചില പുതിയ ഉത്തരവാദിത്വങ്ങൾ വരാം. ചില യാത്രകൾ അനിവാര്യമാകും. പുതിയ ആളുകളെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും. ചില തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കണം. ദൈവവിശ്വാസം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില അവസരങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്തും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില യാത്രകൾ സന്തോഷകരമാകും. ജോലിയിൽ പുരോഗതി നേടാം. ചില ആഗ്രഹങ്ങൾ സഫലമാകാം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കാം. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങളിൽ ക്ഷമ പാലിക്കണം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും. ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കും. വർഷത്തിന്റെ അവസാനം സന്തോഷകരമായ പുരോഗതി ഉണ്ടാകും. മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം നേതൃപാടവം പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കും. കുടുംബത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വരാം. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന സമയം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുയോജ്യമായ കാലം. സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം. പഴയ അനുഭവങ്ങൾ ഭാവി തീരുമാനങ്ങളിൽ സഹായകരമാകും. കുടുംബത്തിൽ സന്തോഷകരമായ സംഗമങ്ങൾ നടക്കാം. ചില യാത്രകൾ പുതിയ അവസരങ്ങൾ തുറക്കാം. ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ബുദ്ധികൂടുതലിലൂടെ പരിഹരിക്കാം. പഠനത്തിൽ ശ്രദ്ധ നൽകിയാൽ നേട്ടം ലഭിക്കും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശകരാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല നിയന്ത്രണം വേണം. കുടുംബാംഗങ്ങളുടെ വിശ്വാസം നേടും. ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാകും. ചില ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യത. ജോലിയിൽ ഉയർച്ചയ്ക്ക് സാധ്യത കാണാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാകും. ചില യാത്രകൾ ആത്മസന്തോഷം നൽകും. പുതിയ ആശയങ്ങൾ വിജയകരമാകും. സാമൂഹികമായി അംഗീകാരം വർദ്ധിക്കും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. ചില പദ്ധതികൾ വൈകിയെങ്കിലും വിജയിക്കും. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയരും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. വർഷാവസാനം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത. പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർ ഈ വർഷം സൃഷ്ടിപരമായ കഴിവുകൾ കൂടുതൽ തെളിയും. കലാരംഗത്ത് താൽപ്പര്യമുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. കുടുംബത്തിൽ ആഘോഷകരമായ പരിപാടികൾ നടക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ മനസ്സിന് വലിയ സന്തോഷം നൽകും. പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിൽ വരാം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. ചില പദ്ധതികൾ വിജയകരമായി മുന്നോട്ടു പോകും. ആത്മവിശ്വാസം ഉയരുന്ന സമയം. കുടുംബത്തിൽ ചില നല്ല വാർത്തകൾ ലഭിക്കും. ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകും. പഠനത്തിൽ പുരോഗതി കാണാം. ചില അവസരങ്ങൾ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കും. ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാകും. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. സാമ്പത്തികമായി ചെറിയ മുന്നേറ്റമുണ്ടാകും. ചില യാത്രകൾ തൊഴിൽബന്ധമായി നടക്കാം. പുതിയ പദ്ധതികൾ തുടങ്ങാൻ സമയം അനുയോജ്യം. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനമാകും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചില ആഗ്രഹങ്ങൾ വൈകിയെങ്കിലും നിറവേറും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തികമായി സ്ഥിരത നേടാം. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന സമയം. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിരിക്കും. ചില പുതിയ അവസരങ്ങൾ മുന്നോട്ടു വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. കുടുംബത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. പഠനത്തിൽ ശ്രദ്ധ നൽകിയാൽ മികച്ച ഫലം ലഭിക്കും. ചില യാത്രകൾ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നൽകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചില പദ്ധതികൾ വിജയകരമാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില അവസരങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാം. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചില യാത്രകൾ മനസ്സിന് ആശ്വാസം നൽകും. പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. കുടുംബ പിന്തുണ ലഭിക്കും.
സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കും. വർഷത്തിന്റെ അവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാം. അത്തം നക്ഷത്രം. ഈ വർഷം നിങ്ങളുടെ പരിശ്രമത്തിന് മികച്ച ഫലം ലഭിക്കാൻ സാധ്യത. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. സാമ്പത്തികമായി ചെറിയ മുന്നേറ്റങ്ങളുണ്ടാകും. ചില പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വരാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. ചില യാത്രകൾ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയം. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം. ചില പദ്ധതികൾ വിജയകരമായി മുന്നോട്ടു പോകും. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. ചില ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാം. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ചില യാത്രകൾ ആത്മസന്തോഷം നൽകും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില അവസരങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബ പിന്തുണ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം സൃഷ്ടിപരമായ കഴിവുകൾ കൂടുതൽ തെളിയും. ജോലിയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും. ചില യാത്രകൾ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ പുരോഗതി നേടാൻ അവസരം ലഭിക്കും. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം അനുയോജ്യം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില അവസരങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ചില യാത്രകൾ സന്തോഷകരമാകും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി കാണാം. കുടുംബത്തിൽ നല്ല വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കും. സാമ്പത്തികമായി സ്ഥിരത ഉണ്ടാകും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കാം. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ അവസരങ്ങൾ മുന്നോട്ടു വരാം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. കുടുംബത്തിൽ ചില സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും. ചില യാത്രകൾ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചില അവസരങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില ആഗ്രഹങ്ങൾ സഫലമാകാം. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ചില യാത്രകൾ സന്തോഷകരമാകും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി കാണാം. കുടുംബത്തിൽ നല്ല വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ഉണ്ടാകും. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുന്ന സമയം. തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കാം. ചില പഴയ പദ്ധതികൾ വിജയത്തിലേക്ക് എത്താം. സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കാം. ചില യാത്രകൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. പഠനത്തിൽ നല്ല പുരോഗതി കാണാം. ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകാം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില അവസരങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും. ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ചില യാത്രകൾ സന്തോഷകരമാകും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ നല്ല വാർത്തകൾ കേൾക്കാം. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാം. അനിഴം നക്ഷത്രം.
അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട സമയം. ജോലിയിൽ സ്ഥിരത നേടാൻ സാധ്യത. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. കുടുംബത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. ചില യാത്രകൾ തൊഴിൽബന്ധമായി നടക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ ശ്രദ്ധ നൽകിയാൽ നല്ല നേട്ടങ്ങൾ ലഭിക്കും. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം. ചില പുതിയ അവസരങ്ങൾ മുന്നിലേക്ക് വരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാകും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ചില ആഗ്രഹങ്ങൾ സഫലമാകാം. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചില യാത്രകൾ മനസ്സിന് സന്തോഷം നൽകും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകാം. ചില പഴയ ആഗ്രഹങ്ങൾ സഫലമാകാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില യാത്രകൾ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടം. പഠനത്തിൽ കൂടുതൽ പുരോഗതി കാണാം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില അവസരങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില യാത്രകൾ സന്തോഷകരമാകും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ നല്ല വാർത്തകൾ കേൾക്കാം. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ ഉണ്ടാകും. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിൽ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തണം. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. കുടുംബത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ നേട്ടം ലഭിക്കും. ചില യാത്രകൾ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നൽകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ മുന്നോട്ടു വരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാകും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ചില ആഗ്രഹങ്ങൾ സഫലമാകാം. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ മനസ്സിന് ആശ്വാസം നൽകും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത നേടാം. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത. പോരാടം നക്ഷത്രം. പോരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകും. ചില പഴയ ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യത. കുടുംബത്തിൽ ആഘോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചില യാത്രകൾ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ നല്ല പുരോഗതി കാണാം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില അവസരങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില യാത്രകൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. വർഷാവസാനം സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാം. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം. തൊഴിൽ രംഗത്ത് സ്ഥിരത നേടാൻ അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. കുടുംബത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും.
ചില യാത്രകൾ തൊഴിൽബന്ധമായി നടക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ ശ്രദ്ധ നൽകിയാൽ മികച്ച ഫലം ലഭിക്കും. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ മുന്നോട്ട് വരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാകും. ജോലിയിൽ അംഗീകാരം ലഭിക്കും. ചില ആഗ്രഹങ്ങൾ സഫലമാകാം. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചില യാത്രകൾ മനസ്സിന് സന്തോഷം നൽകും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ ക്ഷമയോടെ പരിഹരിക്കാം. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിൽ സ്ഥിരത നേടാൻ സഹായകരമായ കാലഘട്ടം. തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചം കാണാം. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. പഠനത്തിൽ നല്ല നേട്ടങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയം. ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ മുന്നോട്ട് വരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ചില ആഗ്രഹങ്ങൾ സഫലമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ചില യാത്രകൾ സന്തോഷകരമാകും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയം. ചില പദ്ധതികൾ വിജയകരമായി പൂർത്തിയാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത നേടാം. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില യാത്രകൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നൽകും. അവിട്ടം നക്ഷത്രം. ഈ വർഷം ചില പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന സമയം. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം. കുടുംബത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. പഠനത്തിൽ ശ്രദ്ധ നൽകിയാൽ നല്ല ഫലം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചില യാത്രകൾ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നൽകും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ സന്തോഷകരമാകും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത നേടാം. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. ചില പദ്ധതികൾ വിജയകരമായി പൂർത്തിയാകും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർ ഈ വർഷം ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന സമയം. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചില യാത്രകൾ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ നല്ല പുരോഗതി കാണാം. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. ചില സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ മനസ്സിന് സന്തോഷം നൽകും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. ചില പദ്ധതികൾ വിജയകരമായി പൂർത്തിയാകും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കും. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഈ വർഷം ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരാം. തൊഴിൽ രംഗത്ത് മുന്നേറ്റമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചം കാണാം. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ നല്ല നേട്ടങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചില യാത്രകൾ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നൽകും. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും.
ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ സന്തോഷകരമാകും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. ചില പദ്ധതികൾ വിജയകരമായി പൂർത്തിയാകും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ വർഷം ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന സമയം. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചം കാണാം. കുടുംബത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. ചില യാത്രകൾ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ ശ്രദ്ധ നൽകിയാൽ നല്ല ഫലം ലഭിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ മനസ്സിന് സന്തോഷം നൽകും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. ചില പദ്ധതികൾ വിജയകരമായി പൂർത്തിയാകും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കും. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർ ഈ വർഷം ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ വരാം. തൊഴിൽ രംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചം കാണാം. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചില യാത്രകൾ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കും. പഠനത്തിൽ നല്ല പുരോഗതി കാണാം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ചില പുതിയ പദ്ധതികൾ ആരംഭിക്കാം. ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ചില ആഗ്രഹങ്ങൾ സഫലമാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ചില യാത്രകൾ സന്തോഷകരമാകും. ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ചില കാര്യങ്ങളിൽ വൈകിയെങ്കിലും വിജയം ലഭിക്കും. സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാം. ചില പുതിയ ആശയങ്ങൾ വിജയകരമാകും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം കൂടുതൽ ഉയരും. സാമ്പത്തികമായി സ്ഥിരത ലഭിക്കും. ചില പുതിയ അവസരങ്ങൾ ലഭിക്കും. ചില പദ്ധതികൾ വിജയകരമായി പൂർത്തിയാകും. വർഷാവസാനം നേട്ടങ്ങൾ കൈവരിക്കും. ഇതായിരുന്നു 2026 വിഷു നക്ഷത്രഫലം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ജ്യോതിഷം, ദേവീദേവന്മാരുടെ കഥകൾ, മറ്റും ആത്മീയമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വിഷു ആശംസകൾ. ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.